വിശുദ്ധ വിൻസെൻ്റ് പോൾ. ഇടയനില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരായ മനുഷ്യരെ നേർവഴിയിലൂടെ നയിക്കുവാൻ യേശുവിന് ധാരാളം വേലക്കാരെ ആവശ്യമുണ്ട്. അതിനായി സഭാചരിത്രത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു വലിയ കാര്യസ്ഥനാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ. ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചു വീണതെങ്കിലും 20ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പൗരോഹിത്യം സ്വീകരിച്ചു. നാട്ടുനടപ്പനുസരിച്ച് രാജകുടുംബങ്ങളിലും കുലീന കുടുംബങ്ങളിലും ചാപ്പലിൻ ജോലിക്ക് പതിവ് പോലെ വിശുദ്ധനും ഏർപ്പാടാക്കപ്പെട്ടു. എന്നാൽ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ പരിവർത്തനമുണ്ടാക്കി. 1605 ഒരു കടൽ യാത്രയ്ക്കിടയിൽ കടൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുകയും ഏറെക്കാലം പല യജമാനന്മാരുടെയും അടിമയായി മാറി മാറി വിൽക്കപ്പെടുകയും ഏറെ കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ ഈ കഷ്ടാനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം പരിപുഷ്ടമാക്കുകയാണ് ചെയ്തത്. വൃദ്ധരോടും ദരിദ്രരോടും അനാഥരോടും പരിത്യക്തരോടും എന്തെന്നില്ലാത്ത പ്രതിപത്തിയും അനുകമ്പയും അദ്ദേഹത്തിൽ വളർന്നു വന്നു. അവരിലൊക്കെ യേശുക്രിസ്തുവിൻ്റെ മുഖം അവിടുന്ന് ദർശിച്ചു. അവരെ സഹായിക്കുവാൻ ധനികരെ കൂട്ടിച്ചേർത്ത് സംഘങ്ങൾ രൂപീകരിച്ചു. ഉപവി സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സന്യാസ സഭകൾ സ്ഥാപിക്കുകയും അത് വലിയ ആത്മീയ വിപ്ലവമായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിയമാവലിയിൽ ഇങ്ങനെ അദ്ദേഹം എഴുതിവെച്ചു: നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് മരുന്നോ സഹായമോ ചോദിച്ച് ആരെങ്കിലും വന്നാൽ പ്രാർത്ഥന മുടങ്ങുമെന്ന് പരിതപിക്കാതെ ആദ്യം അവരെ ശുശ്രൂഷിക്കുക. അതാണ് ഉത്തമമായ പ്രാർത്ഥന. ഈ പാവപ്പെട്ടവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന വചനം അദ്ദേഹം ജീവിതവ്രതമായി സ്വീകരിച്ചു. ഫെഡറിക് ഓസാനം രൂപം കൊടുത്ത സെൻറ്റ് വിൻസെൻ്റ് പോൾ എന്ന സംഘടന ഉപവി പ്രവർത്തനങ്ങളിൽ അന്നു മുതൽ ഇന്ന് വരെ ഇടവക തലത്തിൽ ഏറ്റവും സജീവമായി നിലനിൽക്കുന്ന ഒരു സംഘടനയാണ്. ഉപവി പ്രവൃത്തികളിലൂടെയും ദൈവൈക്യം പ്രാപിക്കാം എന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ ദൈവം അയച്ച ആദ്യത്തെ പ്രേക്ഷിതനാണ് വിൻസെൻ്റ് പോൾ. 1680 മരണമടഞ്ഞ അദ്ദേഹത്തെ 1733 ക്ലെമന്റ് 12 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.